സിനിമയെ പോലും വെല്ലുന്ന രീതിയിലുള്ള ഒരു ക്ലൈമാക്സ് ആണ്. ഒന്ന് കണ്ടു. ഞാനൊരു റേപ്പ് കേസ് കൊടുത്താലോ? അല്ല, നിനക്കെതിരെ ഒരു റേപ്പ് കേസ് കൊടുത്താലോ? എന്തിന്? അല്ല, നീ ഞാനും കുറച്ചു നാൾ മുന്നേ റിലേഷൻഷിപ്പിലല്ലായിരുന്നോ? അന്ന് വിവാഹ വാഗ്ദാനം നൽകി നീ എന്നെ റേപ്പ് ചെയ്തു എന്നും പറഞ്ഞ്. ഷെറിൻ, അതിനങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഉണ്ടായിട്ടില്ലേ? ഞാൻ വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ടും. എടാ, നമ്മളുടെ റിലേഷൻഷിപ്പ് ഇരുന്നവൻ രണ്ടുപേരെ സമ്മതിച്ചിട്ടല്ലേ? അത് നീ വേണ്ട വേണ്ടെന്ന് തമാശക്കല്ലേ പറഞ്ഞത്? അതെ, ഞാൻ അറിഞ്ഞോ നീ വലിയ ഇൻഫ്ലുവൻസർ സെലിബ്രിറ്റി ഒക്കെ ആവുമെന്ന്. അപ്പൊ പിന്നെ ചുമ്മാ ഒരു കേസ് കൊടുക്കാന്ന് വിചാരിച്ചു. പിന്നെ എന്റെ പേരും വെളി വരത്തില്ല. അങ്ങനെ ഒരു പരിപാടി ഇതിന്റെ ഇടയിലുണ്ട്. ഷെറിൻ, നീ എന്തൊക്കെയായി പറയുന്നത്? നിനക്ക് എന്താ വേണ്ട ശരിക്കും? എന്താ ചോദിക്കാത്തേന്ന് ആലോചിച്ചിരിക്കുവായിരുന്നു. 30 ലക്ഷം രൂപ വേണേ പിന്നെ ചോദിച്ചോളാം, സമയം കിടക്കുമല്ലേ. 30 ലക്ഷം? This is cheating. നീ തന്നെ ആലോചിച്ച് നോക്ക്, കാശാണോ വലുത് അതോ നീ ഇത്രയും കാലം ഉണ്ടാക്കിയ ഫെയിം ആണോന്ന്? ഒരു മിനിറ്റ്. ഹലോ, നീ എന്തൊക്കെയാ ലൈവ് കിടന്ന് വിളിച്ചു പോകുന്നേ? ലൈവോ? അവൻ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് പോയിക്കൊണ്ടിരിക്കുക. നീ പറയുന്ന നാട്ടുകാർ മൊത്തം കേട്ട്. ഇപ്പോൾ ഉള്ള ജീവിതത്തിൽ ഒരുപാട് ആളുകൾക്ക് സംഭവിക്കുന്നതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതുമായുള്ള അടിപൊളി വീഡിയോ കേട്ടോ. പേടിക്കാതെ ബുദ്ധിപൂർവ്വം ഹാൻഡിൽ ചെയ്ത ഇതുപോലത്തെ കേസിൽ നിന്ന് രക്ഷപ്പെടാം.